ഹലോ കൂട്ടുകാരെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ആഹ് എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരിക്കും അല്ലേ, വീട് വെക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വെച്ച വീടാണ്, ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് വെച്ച വീടാണ് ഈ കുഞ്ഞു വീട്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ടാണ്. മുകളിൽ റൂഫിംഗ് ഷീറ്റാണ് മേൽക്കൂരയായിട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട്, പലങ്കോലമായിട്ട് കിടക്കുകയാണ്. ചെറിയൊരു പോർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിലേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ ആ ബ്രിക്സിന് നമ്മൾ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അതിൽ ഗ്യാപ്പ് വരുന്നത് നമ്മൾ സിമെൻറ്റും മണലും വെച്ചൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ പ്രാണികളൊന്നും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. അത്രമാത്രം നമ്മൾ വലിയ വർക്കായിട്ട് അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ആ ഇഷ്ടികയില കേട്ടോ. പിന്നെ നമ്മൾ കയറുന്നത് ഒരു കുഞ്ഞു സിറ്റ് ഔട്ടിലേക്കാണ്. മക്കളുടെ കളിപ്പാട്ടമൊക്കെ ഉണ്ട് അതിനകത്ത്. അത് കുഞ്ഞൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ നമ്മൾ നേരെ ഒരു മെയിൻ ഹാളാണ് അത്. അവിടെ തന്നെയാണ് നമ്മൾ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പൂജ ഏരിയയായിട്ട് അവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 റൂമാണ് നമ്മൾ വീട് ചെയ്തപ്പോൾ എടുത്തത്. 2 റൂമാണുള്ളത്. നേരെ കയറി ചെല്ലുന്നത്, നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന പൂജ ഏരിയയാണ്. അതേപോലെ നമ്മൾ സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഓരോ ഭിത്തിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വയറിങ് ചെയ്തിട്ടുള്ളത് പുറത്തൂടെയാണ് കേട്ടോ. പൈപ്പ് യൂസ് ചെയ്തിട്ട് പുറത്തൂടെയാണ്, ആ ഇഷ്ടികയുടെ പുറത്തൂടെയാണ് വയറിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ TV സെറ്റ് ചെയ്തിരിക്കുന്നതും പൂജാ ഏരിയയുടെ തൊട്ട് സൈഡിൽ തന്നെയായിട്ടാണ്. നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്ത വീടാണിത്. അപ്പോൾ അതിന് എല്ലാം ആയിട്ട് ഒരു ഉള്ള സ്ഥലത്ത് മാക്സിമം ഉൾക്കൊള്ളിക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് റെഡ് ഓക്സൈഡ് ആണ്. ഫുള്ള് എല്ലാ റൂമിലും റെഡ് ഓക്സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുക്കളയിൽ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തറ എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്. കളറ് മങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ. പിന്നെ നമ്മൾ മൊത്തം ഈ വീടിൻ്റെ മൊത്തം നമ്മുടെ എമൗണ്ട് നമുക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ, ഇതൊരു 6 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ആ റേറ്റ് ആണ്. 3 ലക്ഷം രൂപയാണ് കേട്ടോ നമുക്ക് ആയിട്ടുണ്ടായിരുന്നത്. വെറും 3 ലക്ഷം രൂപ. കറക്റ്റ് ഒരു 3,02,000 3,000 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്ത വീടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ റൂമാണ്. ഇവിടെ നമ്മളൊരു കട്ടില് ഇട്ടിട്ടുണ്ട്. അതേപോലെ 2 ജനൽ ഉണ്ട്. പിന്നെ ഒരു ടേബിൾ, ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉള്ള ഒരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിശാലമായ സ്ഥലമില്ലെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ഒരു അലമാരയും കൂടെ കൊടുത്തിട്ടുണ്ട്. അലമാരയും കട്ടിലും ടേബിളും കൂടെ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്ത റൂമിലേക്കാണ്. അത് കുറച്ചുകൂടെ വലിയ റൂമാണ് കേട്ടോ. ഇതിനെ അപേക്ഷിച്ച്, ഈ റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ റൂമാണ് അത്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വീട് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത റൂമാണിത്. ഇത് ആദ്യത്തെ റൂമിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ റൂമാണ് കേട്ടോ. നമ്മൾ 2 കട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടെ അതേപോലെ ഒരു തയ്യൽ മെഷീനും ഉണ്ട്. ഒരു അലമാര വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞടുക്കളയിലേക്കാണ്. കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജ് കാണാം. അടുക്കളയിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. വിറകടുപ്പും ഉണ്ട്, ഗ്യാസ് അടുപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വശത്തായിട്ടാണ് നമ്മൾ ബാക്കി പാത്രങ്ങളും അതേപോലെ മുളക്, മല്ലി, അങ്ങനെയുള്ള ഐറ്റംസ് സംഭവങ്ങളെല്ലാം ഈ ഒരു അലമാരയിലാണ് വെച്ചിട്ടുള്ളത്. ഇത്
നമ്മുടെ വർക്ക് ഏരിയ ഭാഗമാണ്. അവിടെ നമ്മൾ തെങ്ങ് മുറിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് കുഞ്ഞു വീട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ്